നീ പാത്രം കാണിക്കേ. മതി 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 കഴിക്കുന്നു മതി. അയ്യോ അമ്മേ, പറയേ. നമ്മുടെ അതിഥിയും അഞ്ജുവിനെയും ഇതുവരെ കണ്ടില്ലല്ലോ. അഞ്ചു കുളിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതിഥിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. എന്താ, അതിഥിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞോ? ഈ തീറ്റ പണ്ടാരത്തിന് പെട്ടെന്ന് ഇതെന്താ പറ്റി? അങ്കിൾ, ബിസിനസ് എങ്ങനെയുണ്ടായി? നന്നായിരുന്നോ? ആദ്യ ദിവസമല്ലേ, അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്നങ്ങനെ ലാഭമൊന്നും ഉണ്ടായില്ല. പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കോളും. ഞാൻ നോക്കിട്ട് വരാം മോനെ. അച്ഛാ, ഇതില് കൈ കഴിക്കോ? ഓ, വാ മോനെ. നിങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നവരല്ലേ? എന്തെങ്കിലും മറന്നുപോയോ? അയ്യോ, നിങ്ങള് ആഹാരം കഴിക്കുന്ന സമയമായിരുന്നല്ലേ? ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതൊന്നും സാരില്ല മോനെ, പറഞ്ഞോ. ഇത് എന്റെ ഫ്രണ്ടാണ്. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റിന് വർക്ക് ചെയ്യാം. രാത്രി ഇവിടെ ആഹാരം ഉണ്ടാന്ന് വിചാരിച്ചു. വാതിലും തുറന്നെടുക്കുന്നത് കണ്ടുകൊണ്ട് വന്നതാ. അതിനെന്താ, വാ മോനെ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മോനെ. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുമോ? ബാച്ചിലേഴ്സ് അല്ലേ അമ്മേ, ഞങ്ങൾക്ക് നിങ്ങളെ പോലുള്ളവരല്ലേ അന്നദാതാക്കൾ. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വരും. നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സിലെ ഫുഡ് ഇഷ്ടായോ? തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. വെറുതെ ഇഷ്ടപ്പെട്ടതല്ല, ഇവന് ഓഫീസിൽ വന്നിട്ട് എല്ലാവരോടും ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലീൻ ആയിരുന്നു, വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ചെറിയ കാശിനാണെങ്കിൽ പോലും നല്ല ആഹാരം കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ് വലുതാണല്ലോ. അത് സത്യാണല്ലോ. കൊറോണ ഒക്കെ വന്ന കാരണം വലിയ കഷ്ടമായിരുന്നു. മാത്രമല്ല, വീട്ടിലെ പോലെ തന്നെ നീറ്റായിട്ട് ആഹാരം തരുമ്പോ അതല്ലേ വലിയ കാര്യം അമ്മേ. പ്രേമിക്കുന്ന ആൺകുട്ടികളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അമൂല്യാണെങ്കിൽ ആദ്യം എല്ലാരോടും സത്യം പറയുമെന്നുള്ള കാര്യം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. പക്ഷെ എന്റെ അനിയത്തിയാണെങ്കിലോ ഇപ്പൊ ചെകുത്താനും കടലിനും നടുവിലായി ഞാൻ. ഇവളിനി സത്യം ആരോടെങ്കിലും പറഞ്ഞ ഞാൻ അമൂല്യയോട് എന്ത് പറയും? അമ്മുവിന്റെ കൂടെ നിൽക്കണോ അതോ എന്റെ അനിയത്തിയുടെ കൂടെ നിൽക്കണോ? പ്രേമിക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ ശത്രുവായി കാണേണ്ടി വരുമല്ലോ എന്റെ ഗുരുവായൂരപ്പ. സുഹാസിനി, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. അമ്മ അവിടെ സ്ഥിരം പോകുന്നതല്ലേ? അയ്യോ, ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്ക്, എന്നിട്ട് തിരിച്ചു സംസാരിക്ക്. അമ്പലത്തിലേക്ക് ഇന്ന് പോയപ്പോ ദൈവം അപ്പൊ തന്നെ അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. മധുരം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് പോലെ നിങ്ങളുടെ മൂത്ത മകന് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അത് നടത്തി കൊടുക്കാത്തതെന്ന് പൂജാരി ചോദിച്ചു. പതുക്കെ പതുക്കെ. കുറച്ചുകൂടി വെള്ളം വേണോ? എന്തൊക്കെയാ സംഭവിക്കുന്ന എന്റെ ഈശ്വര. അവിടെ അമ്മ ആണെങ്കില് വീട്ടിൽ നോക്കുന്ന കല്യാണത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇവിടെ മുത്തശ്ശി ചേട്ടനെ കല്യാണാലോചന നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ഇവര് തമ്മിൽ യാതൊരു അടുപ്പവും ഇല്ലെന്നാണോ? കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമ്പോ ചേട്ടന് ദേഷ്യം വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേട്ടാ. എന്നാലും ചേട്ടന് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ?
ഇത് നല്ല കാര്യമായല്ലോ ആദ്യ. പെണ്ണില്ലെങ്കിൽ പിന്നെങ്ങനെയാ കല്യാണം നടത്തുന്നേ? നീ എന്താ ഇങ്ങനെ വിചിത്രമായിട്ടൊക്കെ സംസാരിക്കുന്നേ? ആ, അമ്മേ. ആദ്യ പ്ലീസ് മോളെ, ഒന്നും പറയല്ലേ. ആ, അമ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടന് വേണമെങ്കിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിക്കാലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ലവ് മാറ്റർ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ വല്ല പടക്കക്കടയ്ക്കും തീയിട്ട പോലെയുള്ള അവസ്ഥയായിരിക്കും. എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അതൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അതൊന്നും അത്ര വേഗം നടക്കുന്ന കാര്യങ്ങളല്ല. അവന് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് നമ്മുടെ രീതിയിൽ നോക്കാം. അത് മാത്രമല്ല, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ അവനതെന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അമ്മ ഇനി പോയി ദേവലോകത്തു നിന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് ഒരു അപ്സരസിനെ കൊണ്ടുവന്നാലും ചേട്ടന് ഇഷ്ടപ്പെടത്തില്ല. അവന്റെ ദേവതയെ അവന്റെ അളിയന്റെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്ത് പറയുന്നു വേദാന്ത്? ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? കണഞ്ചേട്ടാ, ഇന്ന് പെട്ടെന്ന് ആഹാരം കഴിക്കാൻ വന്നവര് അടുത്തെവിടുന്നോ ഇവിടുത്തെ നല്ല ഫുഡാണെന്ന് അറിഞ്ഞിട്ടല്ലേ? ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ? സിമ്പിൾ ആണ് അമൂല്യ, നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അതത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല കണ്ണൻചേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാ അഡ്വർടൈസ്മെന്റ് ചെയ്യാനൊന്നും ക്യാഷ് നമുക്കില്ലല്ലോ. ഫ്ലെക്സും ബാനറും ബ്രൗഷറും ഒക്കെ എത്രത്തോളം വർക്കാവുന്ന നമുക്ക് അറിയില്ലല്ലോ. പിന്നെ സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് പബ്ലിസിറ്റി കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ നമുക്ക് ആരെയും അറിയില്ലല്ലോ. അമ്മ നേരത്തെ കാറ്ററിംഗ് നടത്തിയിരുന്നതല്ലേ? അതും നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ? അപ്പോഴും റെഗുലർ ആയിട്ട് ഓർഡറും കിട്ടിക്കൊണ്ടിരുന്നതല്ലേ? അദ്ദേഹത്തെ നന്നായിട്ട് മുന്നോട്ട് പോയതാ. ഒരുപാട് ക്യാഷ് ഉള്ള ഓർഡർ ഒന്നും എടുത്തില്ലെങ്കിലും നമുക്ക് റെഗുലർ ആയിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മാത്രമല്ല അതൊരു ബിസിനസ് ആക്കാൻ അമ്മ ഒരുപാട് കാലം കഷ്ടപ്പെട്ടു. സത്യമാണ്, പക്ഷെ അതൊക്കെ ആ സമയത്തല്ലേ. ഇന്ന് മൊബൈലിന്റെ സമയം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാ ഇന്ന് മെയിൻ സ്ട്രീമാ. ഏത് ഗ്രാമത്തിലുള്ള ആൾക്കാരായാലും ഒരു രാത്രി കൊണ്ട് സ്റ്റാർസ് ആയിട്ട് മാറും. അത്രയും റീച്ച് അതിൽ കിട്ടും. നമ്മൾ നമ്മുടെ മെസ്സിന്റെ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലാണ് നടത്തേണ്ടത്. അത് വർക്കാവും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വർക്കാവും. ഇപ്പോൾ എല്ലാവരും സിനിമയുടെ പബ്ലിസിറ്റി പോലും സോഷ്യൽ മീഡിയ വഴിയാണ് നടത്തുന്നത്. ജനങ്ങൾ തന്നെ നേരിട്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കാശിന് വിലയുള്ളത് എന്താണെങ്കിലും അത് ഷെയർ ആവുകയും ചെയ്യും. അത് ശരിയാ. പക്ഷെ നമുക്ക് വേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയല്ലേ. അതിൽ എത്ര പേര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് അറിയില്ലല്ലോ. പക്ഷെ ഒരു വഴിക്ക് ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇതിനൊക്കെ ഒരേ ഒരു വഴിയുള്ളൂ, മൗത്ത് പബ്ലിസിറ്റി. എന്ന് വെച്ചാ ആളുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ ബാക്കിയുള്ള ആളുകൾ കൺസ്യൂം ചെയ്യും. കണ്ണൻചേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യം സംഭവിച്ചാലും ചേട്ടൻ ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. ചേട്ടൻ കൂടെയുള്ളത് ഞങ്ങൾക്ക് സന്തോഷം. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എനിക്കും സന്തോഷം. ചേട്ടാ, അകത്തേക്ക് വാ. സിദ്ധാർത്ഥ്, വിക്കി ചേട്ടന്റെ റൂമിലേക്ക് പോയി. എന്തോ അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇത് സ്പെഷ്യൽ ആയിട്ട് ഡീൽ ചെയ്യാനുള്ള വരവാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കും. എന്തു പറ്റി? പതിവില്ലാതെ ഇങ്ങോട്ട്? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്, അതുകൊണ്ടാ വന്നെ. ശരി, എന്താന്ന് പറ. മോളെ, എനിക്കറിയാം നീ ഇതൊക്കെ തമാശയായിട്ടാ എടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് നിന്നോട് സംസാരിക്കാനുണ്ട്.
എന്ത് കാര്യ ചേട്ടാ? ഞാൻ അതിന് എന്ത് തമാശ കാണിച്ചു എന്നാ? എന്നെ കണ്ടിട്ട് ചേട്ടന് ജോക്കറായിട്ട് തോന്നുന്നുണ്ടോ? കമോൺ ആദ്യ, ഐ എം സീരിയസ്. ശരി, എന്ത് തമാശ കാണിച്ചു എന്നാ പറഞ്ഞേ? നീ എന്റെ അമൂല്യയുടെയും കാര്യം മനസ്സിൽ വെച്ച് ഡൈനിങ് ടേബിളില് എന്നെ കളിയാക്കിയില്ലേ? അതാ പറഞ്ഞേ. പ്ലീസ് ആദ്യ, എന്റെ അമ്മൂന്റെയും കാര്യം നീ ഇവിടെ ആരോടും പറയല്ലേ. നിന്റെ മനസ്സിൽ വെച്ചോ. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ? നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ പറഞ്ഞല്ലേ പറ്റൂ. യു ആർ റൈറ്റ്, എക്സാക്ട്ലി. സത്യത്തിൽ എല്ലാരോടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാ മോളെ. ഷീസ് നോട്ട്. അവൾ അങ്ങനല്ലെന്ന് പറഞ്ഞാ അതിനർത്ഥം എന്താ ഏട്ടാ? അവള് പറയില്ലേ? പറയില്ല എന്നല്ല, അവളുടെ വീട്ടിലെ കാര്യമൊക്കെ നിനക്ക് അറിയില്ലേ. വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാ അവർക്കെല്ലാവർക്കും ടെൻഷൻ ആവും. അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ? ചേട്ടാ, ഈ പ്രണയത്തിന്റെ കാര്യം വീട്ടിലറിയുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവില്ലേ? അത് ഇന്ന് പറഞ്ഞാലും അങ്ങനെയാ, നാളെ പറഞ്ഞാലും അങ്ങനെയാ. പറയാതിരുന്ന ഇതൊന്നും മാറാൻ പോകുന്നില്ല. നിനക്കിതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഈ റിലേഷൻഷിപ്പ് കുറച്ച് പ്രശ്നമാണ്. അതും ഞാൻ ഇങ്ങനെയൊക്കെ അതൊന്നും അത്ര പെട്ടെന്ന് ആരും വിശ്വസിച്ചെന്ന് വരില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, അതും അമൂല്യ തന്നെ പ്രേമിക്കുന്നു അറിഞ്ഞാ പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. അങ്ങനെ എല്ലാം സത്യമായിട്ട് മാറി. സത്യായി എന്ന് പറഞ്ഞാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ചേട്ടന് നേരത്തെ അറിയായിരുന്നു അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ പ്രണയത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല മോളെ. എന്നാലും ഈ ഫേസ് കുറച്ച് സ്വീറ്റ് ആയിട്ട് തോന്നുന്നേ. ഇതൊന്നും അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ചെറിയൊരു കാരണം കൊണ്ട് ഞങ്ങളെ ബന്ധം തകർന്നു പോകുന്നതും എനിക്ക് ഇഷ്ടമല്ല മോളെ. Can you please help me with this? എന്റെ സോ സ്വീറ്റ് ചേട്ടൻ. പ്രണയത്തിന്റെ കാര്യത്തിൽ ചേട്ടൻ ഇങ്ങനെ ചേഞ്ച് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കാര്യങ്ങൾ ഇത്ര സീരിയസ് ആയിരുന്നോന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചാ നീ ഇത് ആരോടും പറയില്ല എന്നല്ലേ മോളെ? അയ്യോ പൊട്ടാ, ഞാൻ ആരോട് പറയാനാ? അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ അല്ലേ. നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. ദീപാവലി സെലിബ്രേഷന്റെ സമയത്ത് അമ്മ ചേട്ടനെ എത്ര നന്നായിട്ട് കെയർ ചെയ്തത് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്റെ ചേട്ടന് പെർഫെക്റ്റ് ജോഡി തന്നെ കിട്ടിയിരിക്കുന്നെന്ന്. വാട്ട്? അപ്പൊ ഈ കാര്യം നിനക്ക് അവിടുന്ന് തന്നെ അറിയായിരുന്നോ? അവിടെ നിന്നല്ല, അതിന് മുന്നേ തന്നെ മനസ്സിലായി. ഡോണ്ട് വെറി ബ്രദർ, നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. ഞാൻ ആരോടും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ പറഞ്ഞാൽ മതി. പണ്ട് എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു, എപ്പോഴും വിളിക്കുമായിരുന്നു. ഇപ്പൊ മെസ്സേജിന് റിപ്ലൈയും ഇല്ല, കോളും ഇല്ല. ഈ കഴുതയ്ക്ക് ഇത്രമാത്രം എന്താ അവിടെ പണി? ഈ പെൺകുട്ടികളുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഞാനാണെങ്കിലോ, ഞാൻ വിളിച്ച ഒരു റിങ്ങിന് മുന്നേ തന്നെ കോൾ എടുക്കണമെന്ന് വിചാരിക്കുന്ന ആളാ. പക്ഷെ അവളാണെങ്കിലോ എപ്പോ നോക്കിയാലും ഹായ്, ബൈ, ഭക്ഷണം കഴിച്ചോ, കാപ്പി കുടിച്ചോ, ഓഫീസിൽ പോണ്ടേ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ബോർ അടിക്കുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ വേണ്ടാത്ത മെസ്സേജ് മാത്രമേ അവൾ അയക്കത്തുള്ളൂ. മുൻപ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോ ഞാൻ ചേഞ്ച് ആവണം, നിങ്ങൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് താല്പര്യമേ ഇല്ല, നീ വേറെ പെണ്ണിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അവൾ ചെയ്തു. പക്ഷെ അവൾ കാണിക്കുന്നതിന് പ്രശ്നമില്ല. അത് മാത്രമല്ല, ഞാനിപ്പോ കുറെ മൂവീസ് ഒക്കെ കണ്ടില്ലേ, പൊസസീവ്നെസിന്റെ കാര്യത്തിൽ അവൾ ഒട്ടും മോശമല്ല. ഒരു പ്രഷർ കുക്കർ പോലെ, ഒരു വിസിൽ അടിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. പക്ഷെ എന്റെ മെസ്സേജിനും കോൾസിനും ഒന്നും റിപ്ലൈ തരത്തുമില്ല. പ്രണയിക്കുന്ന സമയത്തെ പെൺകുട്ടിക്ക് ആ പയ്യനാണ് ലോകം എന്നാ പറയാ. പക്ഷെ ഇവളുടെ കാര്യത്തിലോ ഞാൻ ലോകമല്ല, എനിക്ക് ഒരു രൂപയുടെ വില പോലും അവള് തരുന്നില്ല. അങ്ങനെയല്ല, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിട്ടുണ്ടാവും, അതായിരിക്കും അവള് കോൾ എടുക്കാത്ത. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പോഴും കോൾ എടുത്തില്ലല്ലോ. എന്താ രാവിലെ തന്നെ അത്യാവശ്യമായിട്ട് ആരെ വിളിക്കാൻ തോന്നല്ലോ? അത് മോളെ, വിക്കീനെ കാണാനില്ല. രാവിലെ തൊട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുക. മോർണിംഗ് വാക്കിന് വിളിക്കാന്ന് വെച്ചതാ, പക്ഷെ അവൻ ഇതൊന്നും താല്പര്യമില്ല.
സോ ഓഫീസിലേക്ക് വിളിക്കാന്ന് വെച്ചു. ആ പറഞ്ഞത് എന്തായാലും ശരിയാ. വിക്കിക്ക് അങ്ങനെയുള്ള യാതൊന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഇതൊക്കെ ഇപ്പൊ ചെയ്യേണ്ടത് അത്യാവശ്യം മോളെ. അവൻ കഴിക്കുന്ന മൊത്തം ജങ്ക് ഫുഡ്സ്, വർക്കൗട്ടും ഇല്ല. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ഇത് മോള് തന്നെ പറയണം. ചേട്ടനെ പോലെ ആവുന്നത് വളരെ കഷ്ടമാണ് ചേട്ടാ. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും വീട്ടിലുള്ളവരെ കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ. എല്ലാവരെയും കുറിച്ച് ചേട്ടന് നന്നായിട്ട് അറിയാല്ലേ. വീട്ടുകാരെ ശ്രദ്ധിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? അത് ശരി തന്നെ ചേട്ടാ. അവനിപ്പോ എങ്ങോട്ടാ പോയത്? വിക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞു പോയി. ഇന്ന് ഓഫീസിലേക്ക് വരില്ല എന്ന് ഏട്ടനോട് പറയാനും പറഞ്ഞു. ആണോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ നല്ല കാര്യമാ. അവനിപ്പോ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ചേട്ടാ, ഓരോന്നാലോചിച്ച് സമയം കളയണ്ട. കോഫി തണുക്കുന്നതിന് മുന്നേ എന്തായാലും കുടിക്കണേ. താങ്ക്സ്. വിക്രാന്ത് എങ്ങോട്ടേക്ക് പോയത്? ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തത്? വീട്ടിലെന്തായിരിക്കും ഇത്ര പ്രശ്നം? ചേട്ടാ, ചേട്ടന് ഈ കാര്യം അറിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. വിക്കിയോടൊപ്പം അമ്മും പോയിട്ടുണ്ട്. മോനും അകത്തേക്ക് വാ. അമ്മേ, നിങ്ങൾ പോയിട്ട് വാ. ഞാനിവിടെ ഓട്ടോയിൽ തന്നെ വെയിറ്റ് ചെയ്യാം. അതെന്താ മോനെ അങ്ങനെ പറയുന്നേ? നീ ഞങ്ങളുടെ കൂടെ ഇവിടെ വരെ വന്നിട്ട് അകത്ത് കയറിയില്ലെന്ന് പറഞ്ഞ മോശമല്ലേ? അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അങ്കിൾ. അങ്ങനെയും ചിന്തിക്കണ്ട മോനെ. വേദാന്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നിനക്ക് മടിയുണ്ടാവും. പക്ഷെ നീ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് നിന്റെ അച്ഛനറിഞ്ഞ അദ്ദേഹത്തിന് വിഷമാവില്ലേ? ചേട്ടനെ ഓർത്തിട്ടല്ല അങ്കിൾ എനിക്ക് മടി, സുഹാസിനെ ഓർത്തിട്ട് മാത്രം. അച്ഛൻ വിഷമിച്ചാലും അവർക്കതൊരു പ്രശ്നമല്ല. എന്താ മോനെ ആലോചിക്കുന്നേ? ഇവര് പറയുന്നൊക്കെ ശരിയാ. നീ ഞങ്ങളുടെ കൂടെ അകത്തേക്ക് വാ. അമ്മ വെറുതെ എന്നെ നിർബന്ധിക്കണ്ട. ഞാൻ എവിടെ നിന്നാലും കുഴപ്പമില്ല. പക്ഷെ അകത്ത് വന്നാൽ ശരിയാവില്ല. നിങ്ങളുടെയും ബന്ധുക്കളാണല്ലോ, എല്ലാവർക്കും അത് ഇഷ്ടമാവില്ല അമ്മേ. നോക്ക് മോനെ, ഇത് ഞങ്ങൾക്ക് ബന്ധുക്കളുടെ വീടാ, മകളുടെ വീടാ. പക്ഷെ നിനക്ക് നിന്റെ സ്വന്തം വീടല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ അവസ്ഥ. എനിക്ക് മനസ്സിലായിടത്തോളം വേദാന്തിന് നിന്നോട് പഴയ ദേഷ്യമൊന്നുമില്ല. അങ്ങനെ മനസ്സിൽ വേദാന്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ശരി, ഒരു പക്ഷേ ഇതുകൊണ്ട് അതങ്ങ് മാറിപ്പോയെങ്കിലോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തൊരു മെസ്സൊക്കെ തുടങ്ങി. അതൊന്നും ഇവരോട് അറിയിക്കാൻ പോലും പറ്റിയില്ല. ഞങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്കാ കൊണ്ടുവന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? ഞങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച വീടല്ലേ ഇത്. അതുപോലെ നിന്റെ സഹോദരി പ്രഗ്നന്റ് ആയിട്ടിരിക്കല്ലേ, അവക്ക് നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ തോന്നില്ല മോനെ? എന്നാലും അമ്മേ, നോക്ക് കണ്ണാ, നീ ഒരു ആൺകുട്ടിയാണ്. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് വരും. പക്ഷെ 4 പെൺമക്കളെ വളർത്തിയ അമ്മയാണ് ഞാൻ. ആ അനുഭവത്തിന്റെ പുറത്ത് നിന്നോട് ഞാൻ പറഞ്ഞതാ. പെൺകുട്ടികൾക്ക് ഈ അവസ്ഥയിലെ സ്നേഹമുള്ളവരെ കണ്ട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. നീ അവളോട് പോയി നിനക്ക് സുഖമാണോ, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അത് കേൾക്കുമ്പോ അവൾക്ക് സന്തോഷമാവും മോനെ. ആ സന്തോഷം ആലോചിച്ചുകൊണ്ട് അവര് നല്ലൊരു സമയം ചെലവഴിക്കും. ഗർഭിണികളുടെ മനസ്സ് നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. ശരി, ആ മോനകത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ശരി അമ്മേ, പോയി ഓട്ടോ പാർക്ക് ചെയ്ത് പോരും. പ്രമി, നീ കൊള്ളാലോ. എത്ര പെട്ടെന്ന് അവന്റെ മനസ്സ് മാറ്റിയേ. ആരുടെ ഭാര്യയാണ് ഞാൻ? ഇതിലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല.
അല്ല എങ്ങനെ അവന്റെ മനസ്സ് പെട്ടെന്ന് മാറ്റിയത്? എന്ത് കാര്യം പറഞ്ഞാലും അവനൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാര്യയല്ലേ, ബുദ്ധി ഉണ്ടാവുമല്ലോ. വാ മോനെ.